വില്ലത്തിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട വില്ലത്തി. അവളെ അടിച്ച് ശരിയാക്കണം എന്നൊക്കെ ഇവര് പണ്ടൊക്കെ പറയുന്നുണ്ട്. എന്നെ കാണുമ്പോഴത്തേക്ക് മുഖമൊക്കെ വെട്ടിച്ച് പോവുക, ഭയങ്കര ഇൻസൾട്ടിങ് ഒക്കെ. എന്നെ ഒന്ന് രണ്ട് പേര് മദ്യപിക്കാൻ വിളിച്ചു. പൈസ കയറിപ്പോയി ഉമ്മ എന്നെ കണ്ടിട്ട് ഓളുടെ അടുത്ത് എന്നെ കിടത്തണ്ട അതുകൊണ്ട് ഉമ്മ ഭയങ്കര ഒടുക്ക്. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ തള്ളക്ക് എന്തിൻ്റെ കേടാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അവർ പറഞ്ഞത് ഞാൻ ആള് ശരിയല്ല, 2 ഭർത്താവ് എനിക്കുണ്ടെന്ന്. ചിലപ്പോൾ ചിരി വരും, കാരണം അവരെ വിവരമില്ലായ്മയാണല്ലോ. എന്നെ ഇങ്ങോട്ട് കാണുമ്പോൾ ഇവർക്ക് പേടി, ഇവരെ കെട്ടിയവരെ മയക്കി എടുക്കുവോ, ഇവരങ്ങനെ അങ്ങനെ ചിന്തിക്കുവാണ്. അവര് എൻ്റെ സ്വഭാവം അങ്ങനെ ആക്കിയെടുത്തു. ഭർത്താവിനെ മയക്കി എടുക്കുന്ന സ്ത്രീ, കള്ളു കുടിക്കുന്ന സ്ത്രീ. എനിക്ക് കിട്ടിയ ഇമേജ് അതാണ് കബീർ പൊന്നമ്മ ചേച്ചി. അപ്പം എന്നെ കണ്ടു ഒറ്റ അടി അങ്ങോട്ട് അടിച്ച് കാണക്കുറ്റി പൊളിക്കേണ്ടവള്, നീ എന്നോട് സംസാരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായി. ഈ അനീത്തിനെ ഭർത്താവ് കയറി പിടിക്കും. അപ്പം ഇപ്പുറത്തിരുന്നിട്ട് ഇത് കേൾക്കാത്ത മട്ടിലിരുന്ന് ഒരു ഒളിച്ചു നിന്നിട്ട്, അതായത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. അവർ പറയാൻ വെറും വെറുപ്പ് തോന്നുക നിന്നോട്. ജീവിതത്തിൽ നമ്മൾ ജോലിയായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അധ്യാപികയായിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്, വക്കീലായിട്ടുണ്ട്, ഏതൊക്കെ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കഴിവല്ലേ. നമ്മളെപ്പറ്റി മറ്റൊരാൾ മോശം പറഞ്ഞാലും നമുക്കത് ഫീൽ ചെയ്യാതിരുന്നാലല്ലേ നല്ല ക്യാരക്ടർ. എനിക്ക് ഫീൽ ചെയ്യാറില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കും, ചേച്ചിക്ക് ഒരു പേടിയില്ലേ, ഇത്ര അസുഖങ്ങളൊക്കെ വന്നിട്ട്? എനിക്കൊരു പേടിയില്ല. പണ്ട് എനിക്കത് പ്രശ്നമല്ലായിരുന്നു, പക്ഷെ എനിക്കൊരു വീക്ക് ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഫീലിങ്സ് ആയി. അയ്യോ ഞാൻ പോയോ, ഇനി എനിക്ക് തിരിച്ചുവരവില്ലേ. നമ്മളെല്ലാ രീതിയിലും അവര് പരിഗണിക്കുന്നു. അപ്പം നമുക്കൊരു വലിയൊരു അംഗീകാരമാണത്. അത് മനസ്സിലാക്കിയിരുന്നില്ല. ഇല്ല, ചേച്ചിമാര് 4 5 ഒക്കെ അവാർഡ് മേടിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ആരാണ് നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ ഫസ്റ്റ് പുള്ളിക്കാരിയെ കാണുമ്പോൾ നമുക്ക് ദേഷ്യമായിരിക്കും വരുന്നത്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ജോളി ഈശോ. ജോളി ചേച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പോഴേ ഞാൻ ചേച്ചിയെ ഇങ്ങനെ നമ്മൾ സീരിയലിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും. ഭയങ്കര വില്ലത്തി ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്, ശരിക്കും ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു മാടപ്രാവിന്റെ മനസ്സ്, ഇത്രയും പാവം ചേച്ചിയാണോ ഇത്രയും ടഫായിട്ടുള്ള റോള് ചെയ്ത്. ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറയാൻ നേരത്ത് പതുക്കെ സംസാരിക്കാൻ എൻ്റെ ഇടയ്ക്ക് പതുക്കെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരുന്നു ചേച്ചി പറയുന്നത് കേൾക്കാം. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് ഇരുന്ന് സംസാരിച്ചിരുന്നു. ഈ ചേച്ചിയാണ് അത്രയും വില്ലത്തി റോള് ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ ഡബ് ചെയ്യുമായിരുന്നു, ഇപ്പൊ ഡബ് ചെയ്യാറില്ല. നേരത്തെ ഞാൻ ഡബ് ചെയ്യാൻ വേറെ ആൾക്കാർ, ഗ്രേസിയാണ് എനിക്ക് ഡബ് ചെയ്യുന്നത്. സിനിമയൊക്കെ വത്സമ്മ, അല്ലാതെ സീരിയല് ഗ്രേസി. അപ്പോൾ അവർ പറയും എനിക്ക് വേണ്ടി ഡബ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഞാൻ ഭയങ്കര സൗണ്ടിലാണ് പറയാം. പക്ഷെ അല്ലാതെ ഞാൻ ഇരുന്ന മുറിയിലോ അല്ലെങ്കിൽ ഇപ്പുറത്തോ ഒന്നും മറ്റുള്ളവർ വഴക്ക് കേൾക്കും ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തി ഞാനാണെങ്കിലും വഴക്ക് കേൾക്കുന്നവരാണ്, കാരണം അവരുടെ ചിരി ബഹളമൊക്കെ പുറത്തേക്ക് വരും. എൻ്റെ ഒച്ച പുറത്തേക്ക് വരത്തില്ല, കാരണം ഞങ്ങൾ കലാകുടുംബമാണ്. എൻ്റെ ചേച്ചിമാർ 2 പേരുണ്ട് കലാരംഗത്ത്. ഒരു കൂത്താറിലെ ലീല എന്ന് പറയും, ഒരു ബിന്ദു രാമകൃഷ്ണൻ എന്ന് പറയും. അപ്പം ഞങ്ങൾ ടൗണിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് ഈ ഒച്ച പുറത്തേക്ക് അധികം കേൾക്കാതെ, അധികം ഫ്രണ്ടിലേക്ക്, അങ്ങനെ ചില കുഴപ്പങ്ങൾ ആ ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമെന്ന് പറയാനൊക്കത്തില്ല, നല്ലതാണ്. കുഞ്ഞിലെ കിട്ടിയ കുറച്ച് ശീലങ്ങൾ അത് മാറ്റിയിട്ടില്ല, അത് മാറേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. കാരണം നല്ല ശീലങ്ങളാണ്. അത് പലരും പറയുമ്പോഴല്ലേ നമ്മുടെ ശീലം നല്ല. അത് അമ്മയല്ല, എൻ്റെ ചേച്ചിയാണ് അതിന് കാരണക്കാരി. ചേച്ചിമാര് 2 പേരും ഈ ഫീൽഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളവരല്ലേ? അതെ. ഇപ്പം മൂത്ത ചേച്ചി ലാസ്റ്റ് നമ്മുടെ ശ്യാമപ്രസാദ് സാറിൻ്റെ ഒരു സിനിമ ചെയ്തിട്ട് ഇപ്പം തൽക്കാലം വർക്ക് ചെയ്യുന്നില്ല. ഇച്ചിരി പ്രായം, എൻ്റെ ക്ഷീണം, ബാംഗ്ലൂരാണ് ചേച്ചി, അതുകൊണ്ട് ഇപ്പം അഭിനയിക്കുന്നില്ല. അതിൻ്റെ ഇളയതാണ് ബിന്ദു രാമകൃഷ്ണൻ. ചേച്ചി ഇപ്പം 2 സീരിയൽ ചെയ്യുന്നുണ്ട്. ജോളി ചേച്ചി ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാടകത്തിലല്ലായിരുന്നു ആദ്യം ആയിട്ടുണ്ടായിരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞു, എത്രാമത്തെ വയസ്സിലായിരുന്നു അത്? ഞാൻ ചെറുപ്പത്തിലെ ഒരു 3.5 വയസ്സ് തൊട്ട് പാട്ടുകാരിയായിരുന്നു, ഗായികയായിരുന്നു, പാടാനൊക്കെ പോവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടുത്തുള്ള പള്ളികളിലൊക്കെ ഇങ്ങനെ അല്ലാണ്ട് ഗാനമേള ഒക്കെ പോയി. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 13 വയസ്സൊക്കെ ആയപ്പോൾ ചേച്ചിയുടെ കൂടെ നാടകം കാണാൻ പോയി. അപ്പോൾ നാടകം കണ്ടു, നാടകം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം വേറെ സ്റ്റേജ് ഉണ്ട്, അപ്പോൾ ചേച്ചിക്ക് വയ്യാണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഒരാളെ കിട്ടത്തില്ല. അപ്പോൾ എന്നോട് ചുമ്മാ ഡയലോഗ് ചോദിച്ചപ്പോൾ ആ 13ാമത്തെ വയസ്സിൽ ഞാൻ ഡയലോഗ് മൊത്തം പറഞ്ഞു. കാണാതെ ഞാൻ പഠിച്ചു. 13 വയസ്സിൽ ആ നാടകം മൊത്തം ഞാനങ്ങ് പഠിച്ചു. അപ്പോൾ ഞാനാണ് പിറ്റേ ദിവസം ആ നാടകം കളിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഒരു അതിശയിപ്പോയി. കൊച്ചുകുട്ടിയാണെങ്കിൽ ഞാൻ ഇച്ചിരി ആളുണ്ടായിരുന്നു. ആ നാടകം ഞാൻ കളിച്ചു. അപ്പോൾ പിന്നെ പലപ്പോഴും ഞാൻ പകരക്കാരിയായി.
ചേച്ചിക്ക് പകരം. ചേച്ചിമാർക്ക് മാത്രമല്ല, പിന്നെ പെട്ടെന്ന് ഫേമസ് എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പഠിക്കും, ആ കുട്ടി പെട്ടെന്ന് പഠിക്കും. ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, ഒറ്റ പ്രാവശ്യം കണ്ട. അപ്പോൾ മിക്ക നാടകത്തിനും ഞങ്ങളെ വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുപോയി കാണിക്കും അത്. കാരണം അവരുദ്ദേശിക്കുന്നത് അവരുടെ ഒരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് കയറ്റാൻ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അതെ ഒരാളെ. തന്നെ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് അവരെന്നെ മുതലാക്കുവാണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഭയങ്കര റിസ്ക്കാണ്, അത് ഭയങ്കര റിസ്ക്കാണ്. എനിക്ക് പൊതുവെ നാടകം താല്പര്യമില്ല. നാടകം ഉറക്കളയ്ക്കണം, യാത്ര ചെയ്യണം, യാത്രകളോട് ഇഷ്ടമില്ല. ഇഷ്ടമില്ല. പിന്നെ തന്നെയല്ല, പെട്ടെന്നായിരിക്കുമല്ലോ ഒരാൾക്ക് വയ്യാഴികയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വലിയ നല്ല കറികളൊക്കെ വെച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മളെ വിളിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ അത് വല്ലാത്തൊരു, അപ്പോൾ ചേച്ചിക്കൊക്കെ ഇതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പം നമ്മളോട് പറയും എങ്ങനെയും പോയി കളിച്ചു കൊടുക്കുന്നൊക്കെ പറയും. അങ്ങനെ ഞാനത് ഭയങ്കര എനിക്കതൊരു ബുദ്ധിമുട്ടായി. പിന്നെ ഞാനൊരു തീരുമാനത്തിലെത്തി, ഞാൻ അങ്ങനെ കളിക്കുന്നില്ല. അങ്ങനെ കളിക്കുന്നില്ല. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു 18 വർഷം, നീണ്ട 18 വർഷം കലയായിട്ട് വലിയ ബന്ധമില്ലാത്ത പോലെ ഇടയ്ക്ക് ഡബ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിമിനൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ. കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ കല്യാണത്തിന് മുൻപ് ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, ഒന്നല്ല 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സിനിമയാണ് ചേച്ചി? സ്നേഹം ഒരു പ്രവാഹം എന്ന് പറഞ്ഞൊരു പടം, പിന്നെ ഐ.വി. ശശിയുടെ ഏതൊരു പടം. അത് 14-15 വയസ്സുള്ളപ്പോഴും എനിക്ക് അത്ര ഓർമ്മയില്ല. കാരണം അന്ന് പത്രത്തിലൊക്കെ എൻ്റെ ഫോട്ടോ വന്നിരുന്നു. അപ്പം ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ടൗൺ ആണെങ്കിൽ പോലും അതത്ര ഒരു വലിയ ടൗൺ അല്ല. അപ്പം അന്ന് അവിടെ പത്രത്തിലൊക്കെ ഒരു ഫോട്ടോ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ, പക്ഷെ എനിക്കതൊന്നും വലിയൊരു അന്തസ്സായിട്ടല്ല തോന്നി, എനിക്ക് ഭയങ്കര നാണക്കേടായിട്ടാണ് തോന്നിയത്. ഈ ഫോട്ടോ ഒക്കെ എല്ലാവരും ഇങ്ങനെ അയ്യോ എന്നെ എപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നു, അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ഇപ്പോഴൊക്കെ ഓർക്കുമ്പോഴാണ് അതൊരു വലിയ ഭാഗ്യമായിരുന്നു എന്നൊക്കെ ആലോചിക്കും. പിന്നെ ഇതിനോട് ഭയങ്കര ഫാഷനായിട്ട് വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്നെ കാണുമ്പോൾ ഭയങ്കര അയ്യോ അങ്ങനെയല്ലേ ചേച്ചിയൊക്കെ എങ്ങനെ വന്നു. അപ്പോഴേ നമ്മുടെ ഇത്ര വലിയ സംഭവമാണ് ഇത്. കാരണം എനിക്കൊരിക്കലും ഞാൻ വേഷം ചോദിച്ചു പോണ്ടി വന്നിട്ടില്ല. ഓരോന്നോരോന്ന് എന്നെ തേടി വരുവേ ഇത്. അപ്പം ഇതിന് വേണ്ടി മെനക്കെട്ടവർക്ക് നമ്മൾ നല്ല നല്ല വേഷം ചെയ്യുമ്പോൾ അവർക്ക് വലിയ ഭാഗ്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എനിക്ക് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കാതെ കിട്ടുന്ന ചില സൗഭാഗ്യങ്ങൾ അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ശരിക്കും പറഞ്ഞെന്നാൽ ഇന്നത്തെ ഈ ഫംഗ്ഷന് പോലും ഞാൻ വരികയല്ല, എൻ്റെ ഒരു സ്വഭാവത്തിന് വരില്ല. ഇപ്പം 2 വർഷം മുൻപ് 3 വർഷം മുൻപ് എനിക്കൊരു ഹാർട്ടിൻ്റെ സർജറി 2 പ്രാവശ്യം കഴിഞ്ഞു, 3ാമതൊരു സർജറി അപ്പം ഞാൻ ഓർത്ത് ഇനി ഒരു തിരിച്ചു വരവില്ല. ഇനി ഞാൻ 88 കിലോ ആയിരുന്നു ഞാൻ, ഇപ്പം ഞാൻ 62 കിലോ ഉള്ളൂ. അപ്പം അത്രയും അങ്ങ് മെലിഞ്ഞൊക്കെ പോയപ്പോൾ ഞാൻ ഓർത്ത് ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല. അതിനുള്ള അത്ര വലിയ മേജർ ഓപ്പറേഷനൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നമായി. അപ്പം ഞാൻ അമ്മയിലുണ്ട്, അമ്മയിൽ മെമ്പറാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, മതി എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ വളരെ നിർബന്ധിച്ചാണ് ഇപ്പോൾ ഒരു പുതിയ സീരിയലിൽ ജോയിൻ ചെയ്തു. നല്ല ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് സുഖമില്ലാണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാറാം, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഡേറ്റൊക്കെ തന്ന് എന്നെ വീണ്ടും ചെയ്യിച്ചു. അപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു വല്ലാത്ത ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. എത്രയോ പേര് വർക്കില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ദൈവം പിന്നെ ചാൻസ് തരുന്നു. ജീവിതം എനിക്കതിപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പ്രൊഫഷനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. മരിക്കുന്നത് വരെ ഇതിനകത്ത് തന്നെ നിൽക്കണം എന്നാഗ്രഹിക്കുന്നു. ഇത്രയും വർഷം ഇല്ലാതിരുന്ന ഒരാഗ്രഹം ഇപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇത്രയും നമ്മളൊന്നും അല്ലാതെ നമ്മൾ ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ഇഷ്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും അല്ലാണ്ടായിപ്പോയി. നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു പരുവത്തിലായിരുന്നു ഞാൻ നിർത്തിയതും. പക്ഷെ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒന്നുമില്ലേ, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലേ. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി കേൾക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ വർക്കൊന്നും ഇല്ലേ. പണ്ട് എനിക്കത് പ്രശ്നമല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു വീക്ക് ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഫീലിങ്സ് ആയി. അയ്യോ ഞാൻ പോയോ, ഇനി എനിക്ക് തിരിച്ചുവരവില്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ വീണ്ടും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പണ്ടത്തെ സ്വഭാവത്തിനാണ് ഞാൻ ഒഴിവാകും, വേണ്ടാന്ന് തന്നെ വെക്കും. പക്ഷെ അതല്ല, അതുകൊണ്ട് ഞാൻ അവരോട് തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോടൊരു ബഹുമാനവും നന്ദിയുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഈ പൈസ അല്ലെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു വില കൽപ്പിക്കുന്നു. കാരണം ഈ പ്രായത്തിൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ തീർച്ചയായിട്ടും ജോലി ചെയ്തുകൊണ്ട് ഇപ്പം ഇഷ്ടം, അന്ന് ഇഷ്ടമല്ല. ഇപ്പം ഇഷ്ടമുള്ളൊരു മേഖലയിൽ നമുക്ക് ഇത്രയും സുഖകരമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു പ്രൊഫഷൻ വേറെ ഇല്ല.
എല്ലാ അംഗീകാരങ്ങൾ, നമുക്ക് നല്ല റൂംസ് തരുന്നു, നമുക്ക് വണ്ടിക്കാശ്, നമ്മളെല്ലാ രീതിയിലും അവർ പരിഗണിക്കുന്നു. അപ്പം നമുക്കൊരു വലിയൊരു അംഗീകാരമാണത്. അത് മനസ്സിലാക്കിയിരുന്നില്ല, അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരും പറയും, നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മളത് പാഴാക്കി കളയരുത്, നന്നായിട്ട് ഉപയോഗിക്കണം. ഇതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി ഇതിനകത്ത് ആത്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ നിർബന്ധിച്ചെടുപ്പിച്ചു. കഴിഞ്ഞ മാസം അവളെ കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അതിൻ്റെ പേപ്പറുകളെല്ലാം ശരിയാക്കി. പെട്ടെന്നാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ വന്നു. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു അവളെ ഇതിനകത്ത് ജോയിൻ ചെയ്യിച്ചു. ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ്, പങ്കെടുത്തു. അതുകൂടാതെ പുള്ളിക്കാരത്തി അതിൽ പങ്കെടുത്തത് മാത്രമല്ല, പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് 15 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് അതെല്ലാം അവൾക്കും അവളുടെ ഭർത്താവിനും കൊച്ചിനും. അപ്പോൾ ഭയങ്കരമായിട്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വന്നു ഗിഫ്റ്റ് വോച്ചർ 10,000 രൂപയുടെ. ഇതൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരത്തി പറയുമായിരുന്നു, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ മേല. കാരണം ഇന്നത്തെ ഞാനായതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത്. പണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കൂല. നീ എനിക്ക് നിന്റെ കെട്ടിയോന് നല്ല ജോലിയുണ്ട്, ഒരു കൊച്ചിനെ നോക്കി വീട്ടിൽ ഇരുന്നാൽ എന്താ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഒരു തൊഴിൽ, അങ്ങനെ ഞാനിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കതല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കിപ്പോൾ മനസ്സിലായി, അതല്ല, തൊഴിൽ മാത്രമല്ല ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തൊഴിൽ അറിയാവുന്നവർ മാക്സിമം, അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇനി കുറേ നാൾ അഭിനയിക്കാതിരുന്നാലും നിങ്ങൾക്ക് തിരിച്ചു വരാം. മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാവും. നമുക്കൊരു ഗ്രൗണ്ട് ബേസ് വേണം. ആ ഗ്രൗണ്ട് ഇതിനകത്ത് ചേർന്നാൽ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു ബുദ്ധി അമ്മയിലും ആത്മയിലും മെമ്പർഷിപ്പ് എടുത്തതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടത്തരം കാണിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ എന്തോ അന്നങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ എന്തോ അങ്ങ് തോന്നി, അത് എടുത്തു. അതുകൂടാതെ ഈ ആത്മയിൽ ആദ്യം ഞങ്ങൾ 17 പേരാ, അതിലൊരാൾ ഞാനായിരുന്നു. അന്നൊക്കെ ചുമ്മാ കിടന്നുകൊണ്ട് 2000 എനിക്കിഷ്ടമില്ല. പിന്നെ ഗണേശായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഞാനും എൻ്റെ ചേച്ചിയും 2 പേരുടെയും മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് ഭയങ്കര അടുപ്പവും ബന്ധമുണ്ട്. അങ്ങനെ അത് ഗണേശിൻ്റെ ഒരു ഇതായതുകൊണ്ട് മാത്രം ചേർന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ മക്കൾ 2 പെൺപിള്ളേരാണ്. 2 പേരും കല്യാണമൊക്കെ കഴിഞ്ഞു. മൂത്തയാൾക്ക് ഒരു മോള്, ഇളയാൾക്ക് ഒരു മോളും ഒരു മോനും. ഇളയാൾ ദുബായിലാണ് പോയിട്ടുള്ള, ഹസ്ബൻഡിൻ്റെ ജോലിയാണ്, അവൾ ജോലിയായിട്ടില്ല. മൂത്ത മോള് കോട്ടയത്ത് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഓക്കെ. ചേച്ചിയുടെ സീരിയൽസിന്റെ നമ്മളെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ദൂരദർശൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ദൂരദർശനിൽ ചേച്ചി ചെയ്ത സീരിയലുകളൊക്കെ തന്നെയും ആ സമയത്തെ ഹിറ്റായിരുന്നു. അത് എന്റെ വീട്ടിൽ കേബിൾ ഇല്ല, അപ്പം ആകെ ഉള്ളത് നമുക്ക് ദൂരദർശനാണ് ഉള്ളത്. അപ്പൊ വീട്ടില് അമ്മ ഇതിരുന്ന് സീരിയൽ കാണുന്ന കാരണമാണ് ചേച്ചി ഇപ്പൊ കണ്ടപ്പോഴും ഞാൻ വന്ന് സംസാരിച്ച് ഞാൻ സീരിയലാ പറഞ്ഞു, ഇന്ന സീരിയലില്ലേ ചേച്ചി, അതായത് അങ്ങാടിപ്പാട്ട്, മരുഭൂമിയിൽ പൂക്കാലം, അതൊക്കെ വീട്ടിൽ കാണുന്ന സീരിയലായിരുന്നു. അപ്പം ദൂരദർശൻ ചേച്ചിയുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുണ്ട്. ദൂരദർശൻ, മരുഭൂമിയിൽ പൂക്കാലം, അല്ല അങ്ങാടിപ്പാട്ട്, മരുഭൂമിയിൽ പൂക്കാലം. അങ്ങാടിപ്പാട്ടിലെ റോള് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ആ സമയത്ത്. അങ്ങാടിപ്പാട്ടിലെ റോള് രമയെടുത്തി അതൊരു വിഡ്ഢിയായ ഒരു സ്ത്രീ. അതെ അതെ, ഒരു നല്ല ക്യാരക്ടറായിരുന്നു. എല്ലാം ദൈവം അനുഗ്രഹിച്ച് നല്ല ക്യാരക്ടറാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുന്നില്ല. എനിക്കൊക്കെ കിട്ടിയ ആ കഥാപാത്രങ്ങൾ ഇപ്പം ഇല്ല. അതുപോലെ ഒരു പവറുള്ള കഥാപാത്രങ്ങൾ വരുന്നില്ലല്ലോ. ഒരു നല്ലൊരു കഥാപാത്രത്തെ കിട്ടുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ ഭാഗ്യം. എനിക്കിനി അതിന് ഞാൻ ചെയ്യാത്ത വേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇനി ആഗ്രഹിക്കുന്ന വല്ല വേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാം ചെയ്യാൻ സാധിക്കും. ചേച്ചിക്ക് ഇപ്പം ചേച്ചി വില്ലത്തി, നമ്മൾ പറഞ്ഞത് വില്ലത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഹ്യൂമർ, ഒരു പൊട്ടത്തി പോലത്തെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് സെന്റി റോള് വരുന്നതും ഒക്കെ, ആ ഷെയ്ഡ് വരുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ചെയ്യാൻ ഏതാ, അല്ലെങ്കിൽ പാട് ഏതാ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അത് ഞാൻ എല്ലാം ആസ്വദിച്ചാ ചെയ്യാറ്. ഒന്നും എനിക്ക് റിസ്ക് ആയിട്ടാ. ആദ്യം ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ 2-3 സീൻ എടുക്കുന്നോടം വരെ വല്ലാത്ത ടെൻഷനാണ്. പുതിയതായിട്ടൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു കല്യാണം കഴിച്ച പെണ്ണിൻ്റെ വെപ്രാളം ഉണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ 2 സീൻ 3 സീൻ എടുത്തു കഴിയുമ്പോൾ ഞാൻ ഓക്കെ, പിന്നെ എനിക്ക് എൻ്റെ കയ്യിലായി ആ കഥാപാത്രം. അപ്പം പിന്നെ ഞാൻ അതിനൊരു ഇതൊക്കെ കൊടുക്കുവാണ്. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ അതങ്ങോട്ട് ആഗ്രഹിച്ച മതി, എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നാറില്ല. അതുപോലെ എന്നെ പലരും മരുഭൂമിയിലെ പൂക്കാലിനകത്തൊരു ഒട്ടകം ഉണ്ടായിരുന്നു.
അവരൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമയാണ് പഠിച്ചേച്ച് വന്നിരിക്കുന്നവരാ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വർത്താനമൊക്കെ പറയുകയോ തമാശയൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നിട്ട് പെട്ടെന്നായിരിക്കും ടേക്ക് പറയുമ്പോൾ പോയി അഭിനയിക്കും. അപ്പോൾ എൻ്റെ ഒരു ജോലി കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇത് കാണുക. അവരൊക്കെ ഇങ്ങനെ കഥാപാത്രം ഇങ്ങനെ ആകും, കഥാപാത്രമായിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ എനിക്ക് ചിരി വരും. അപ്പോൾ അതൊരിക്കലും ഉർവശി മീരാ ജാസ്മിനെ കുറിച്ചൊരു കമൻറ്റ് പാസ്സാക്കി. മീരാ ജാസ്മിൻ്റെ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലങ്ങ് ആയിപ്പോവും. പുള്ളിക്കാരത്തി മൂഡ്, പിന്നെ തമാശ ഒന്നും പറഞ്ഞാൽ ഏക്കത്തില്ല, മൂഡ് അതായിപ്പോവും. അപ്പോൾ ഉർവശി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു മൂഡില്ല. അത് ആർട്ടിസ്റ്റ് അങ്ങനെയാണ്, ഒരു മൂഡില്ല. ഞാൻ ഒരു ദിവസം തന്നെ 4 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓ ഒരു ദിവസം തന്നെ എറണാകുളത്ത് 2 ചെയ്തിട്ട് തിരുവനന്തപുരത്ത് എന്നിട്ട് 2 മറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് 4 സീരിയൽ വ്യത്യസ്ത സ്വഭാവമുള്ള ക്യാരക്ടറുകളല്ലേ അത്? യാതൊരു ബന്ധമില്ലാത്തത്, ഒരു ബന്ധമില്ലാത്ത 4 കഥാപാത്രങ്ങൾ ഒരു ദിവസമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂഡ് നോക്കാനാണെങ്കിൽ പാടില്ലേ, മൂഡ് നോക്കി അഭിനയിക്കാൻ പറ്റത്തില്ല. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3 കഥാപാത്രമാണ്, അതാണ് ഒരു ആർട്ടിസ്റ്റ്. പിന്നെ എല്ലാവരും പറയും, എന്നോട് പറയും ഞങ്ങൾ ചേടിത്തനിത്തിമാരെല്ലാം കലാകാരായതുകൊണ്ട് ഭയങ്കര ബഹുമാനമാണ്. ആർട്ടിസ്റ്റുകൾക്ക് തന്നെ ഭയങ്കരമായിട്ട് നമ്മളുടെ അടുത്ത് ഭയങ്കര ബഹുമാനവും ഭയങ്കര എന്തോ അതൊരു വലിയ ഭാഗ്യമല്ലേ. അതെ അതെ അതെ. പിന്നെ അതുപോലെ ചേച്ചി, നമ്മളിപ്പോൾ കുറച്ചു കാലം മുമ്പ് ചെയ്ത ഒരു സീരിയല് ഇപ്പോഴും അത് ട്രെൻഡിങ്ങിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ അതിനെക്കുറിച്ച് നമ്മുടെ കഥാപാത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അത്തരത്തിലൊരു സീരിയലാണ് മഞ്ഞുരുകും കാലം. അതായത് ആ സീരിയൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിന്റെ ചെറിയ ചെറിയ പോർഷൻ വന്ന്, എന്നിട്ട് ആൾക്കാർ യൂട്യൂബിൽ തപ്പിപ്പിടിച്ചിട്ട് പോയിട്ട് ഇരുന്ന് ആ സീരിയൽ ഇരുന്ന് കാണുന്നു. ഒരു അധ്യാപകൻ എന്നെ വിളിച്ചു. അധ്യാപകൻ വിളിച്ചിട്ട് ഈ അങ്ങാടിപ്പട്ടി വരുന്ന അല്ല ഇത് മഞ്ഞുരുകും കാലം വരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഡയറക്ടർ പറയുന്ന പോലെയാണ് അഭിനയിക്കുന്നത് ആയിരിക്കും, പുള്ളി പറയാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ നിങ്ങൾ അഭിനയിക്കുമ്പോഴും നിങ്ങൾ ഈ ചൊറിയുന്നൊക്കെ ഇങ്ങനെ ഇത്ര നാച്ചുറലായിട്ട് ചൊറിയുന്നത് എന്ന് ചോദിച്ചു. വളരെ ആസ്വദിച്ചു. അതെന്താ വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ കച്ചിയുണ്ട്, പശുക്കളും ആടും പോത്തും ഒക്കെ ഉള്ളൊരു വീടാണ്, ഇത്ര വൃത്തികെട്ട വീടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഞാൻ പുറത്ത് പോയിരിക്കും. അന്നത്തെ കാലത്ത് മാസ്ക് വെച്ചാണ് ഞാൻ ഇരിക്കുന്നത്, കാരണം എനിക്ക് അലർജിയാണ്, ഹാർട്ടിന് സുഖമില്ലാത്തതുകൊണ്ട്. ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് സീൻ എടുക്കും. അപ്പോൾ ഇവർക്ക് റിഹേഴ്സൽ കൊടുത്തിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. എനിക്കിത് അറിയാനൊക്കത്തില്ല. ഞാൻ ചെന്ന് ഇവർ പറയുമ്പോൾ ഞാൻ അന്നേരം നമ്മളിങ്ങനെ ആ ഇതിലൊക്കെ ചെറിഞ്ഞോണ്ടൊക്കെ ഈ കയറുമ്പോൾ ഇറിറ്റേഷൻ സീൻ ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ചതിയല്ലേ ചെയ്തത്, നിങ്ങൾക്കൊന്ന് പറയാം. അല്ലേ ചേച്ചി കുഴപ്പമില്ലായിരുന്നു ചേച്ചി, അങ്ങനെ മതി എന്ന് പറയും. കാരണം ഒരു ചൊറിയുന്ന കഥാപാത്രമാണല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട വില്ലത്തി. അപ്പൊ ഒരു ചേച്ചി ഒരു ചൊറിയുന്ന കഥാപാത്രം അത് കറക്റ്റാ എന്ന് പറയാം. എനിക്കങ്ങനെ വല്ലാത്ത വിഷമം തോന്നുന്നു, ശരിയായിട്ടുണ്ടോ എന്ന്. ഈ അധ്യാപകൻ എന്നെ വിളിച്ച് ചോദിക്കുക, ആ ചൊറിയുന്ന ഇത്ര ആസ്വദിച്ച് സംഭവം ഞാൻ സീനി ചൊറിയണതാ, കഥാപാത്രമായിട്ട് ചൊറിയണല്ല, സീരിയസ് ആയിട്ട് ഈ ശരീരം ചൊറിഞ്ഞിട്ട് മാന്തിയല്ലേ, അതായിരുന്നു. അപ്പൊ അതുപോലും ചിലർ വളരെ കാര്യമായിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത കഥ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അങ്ങനെ ചിലതൊക്കെ വീണ് കിട്ടും. ഈ നമ്മൾ ഈ പറഞ്ഞ മഞ്ഞുരുകും കാലത്തില് ഈ ഓഡിയൻസിന്, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും ദേഷ്യം തോന്നുന്ന ക്യാരക്ടർ. അപ്പം ചേച്ചിക്ക് ഇത് ചോറിനകത്ത് മണ്ണൊക്കെ എടുത്തിരുന്നു. മണ്ണൊക്കെ ഇടുന്നു. അപ്പൊ ചേച്ചിക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ആൾക്കാർ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ നല്ല? അത് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് മരുഭൂമിയിലെ പൂക്കാലം ചെയ്യുന്ന സമയത്ത് എനിക്ക് ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോകണമായിരുന്നു. ഞാൻ ദുബായിലേക്ക് പോയി. ഞാൻ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി, എനിക്ക് വണ്ടി ഇവിടെ വന്ന് കിടക്കുക. കാരണം അന്ന് ഷൂട്ട് ചെയ്തെങ്കിൽ അടുത്ത എപ്പിസോഡ് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതെന്തായി ടെലികാസ്റ്റ് ചെയ്തിട്ടെന്ന് എനിക്ക് അറിയത്തില്ല, മനസ്സിലായോ? എൻ്റെ സീൻ കുറേ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വിളിച്ചപ്പോൾ തന്നെ എനിക്ക് പോകണം, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവർ എന്നെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുക. ഞാനിവിടെ വന്നിട്ടപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ആരാണ്ടെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ എടുക്കണം. അപ്പോൾ എഴുതുന്ന ആളും ഒക്കെ വണ്ടിക്കകത്തിട്ടുണ്ട്. ഞാൻ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് അവർ പറയുകയാണ്, ഞാനിത് ആരാണ്ടിക്കുന്നവർ, നമ്മുടെ മംഗലത്തമ്മേനെ കഷായിപ്പിക്കുന്നവൻ അവളെ അടിച്ച് ശരിയാക്കണമെന്നൊക്കെ ഇവർ എന്തൊക്കെ പറയുന്നുണ്ട്. ഞാനിത് മംഗലത്തമ്മ ആരാന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരറിയത്തില്ല. എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം അത്, ആ കഥാപാത്രത്തിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ നടന്നു വരിക, ഞാൻ കൂടെ അവിടുന്ന് ഇയാൾ നടന്നു വരുന്നു, ഞാൻ വണ്ടിക്കത്തിരിക്കുന്നു. പുറത്തു നിന്നിട്ട് ആൾക്കാർ ഭയങ്കര കമൻറ്റ് പാസ്സാക്കുക. ഇവരെന്ത് ചെയ്തു, വണ്ടി അങ്ങ് വിട്ട ഉടനെ തന്നെ ഇവർ ഈ പേപ്പർ ആ എഴുതിയിരുന്ന സീൻ അയാൾ കീറി. എൻ്റെ അയാൾ പറഞ്ഞു ആ സീനിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അതിന് ഇപ്പോൾ കേട്ടില്ല പറയണത്, ആ കഥാപാത്രത്തിന് നമ്മളിനി എൻ്റെ സ്വഭാവം മാറ്റണ്ടെന്ന്. ഇവർ എന്നെ കുറച്ച് സോഫ്റ്റ് ആക്കി. ആ സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ക്യാരക്ടർ രജിസ്റ്റർ ആയി. കാരണം ആളുകളുടെ കമൻറ്റ് വന്നു,
അവരും കേൾക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുഴപ്പം എന്നാ വെച്ചാൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴല്ലേ അധികം ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നുള്ളൂ, അല്ലെ നമ്മൾ അറിയത്തില്ല അറിയത്തില്ല. ഇവരെന്താ നമ്മളെപ്പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ചില സീരിയലൊക്കെ കണ്ടിട്ട് നമ്മളിത് കണ്ടു കാണിയല്ല, ചിലർ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ചിരിയായിരിക്കും. അതുപോലെ സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയൽ വന്നിട്ട് എന്നെ ആളുകൾ, സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് എന്നെ കാണുമ്പോഴത്തേക്ക് മുഖമൊക്കെ വെട്ടിച്ച് പോവുക, ഭയങ്കര ഇൻസൾട്ടിങ് ഒക്കെ, ഭയങ്കര ഞാൻ ഗൾഫിലൊക്കെ ചെന്നിട്ട് ഭയങ്കര നമ്മളോട് മിണ്ടാനൊക്കെ പെണ്ണുങ്ങളൊക്കെ മാറി നിൽക്കുന്നു. അവസാനമാണ് എനിക്ക് മനസ്സിലായത്, എന്നെ ഒന്ന് രണ്ട് പേര് മദ്യപിക്കാൻ വിളിച്ചു. അന്നേരമാണ് ഞാനിതന്നെ ഇവരെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്നെ കള്ളു കുടിക്കണത് നിങ്ങൾ കണ്ടോ? എന്താ, ഞാൻ എൻ്റെ അകത്ത് ബീർ കഴിക്കുന്നൊക്കെ ഉണ്ട്. അവർ എൻ്റെ സ്വഭാവം അങ്ങനെ ആക്കിയെടുത്തു. ഭർത്താവിനെ മയക്കിയെടുക്കുന്ന സ്ത്രീ, കള്ളു കുടിക്കുന്ന സ്ത്രീ, എനിക്ക് കിട്ടിയ ഇമേജ് അതാണ്. അപ്പം മറ്റുള്ള പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് ചെറുപ്പമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഇങ്ങോട്ട് കാണുമ്പോൾ ഇവർക്ക് പേടി, ഇവരെ കെട്ടിയമാരെ മയക്കി എടുക്കുമോ, ഇവരങ്ങനെ അങ്ങനെ ചിന്തിക്കുവാണ്. ഞാൻ എൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഒരു ചെറിയ ബലൂൺ ഇടാൻ വേണ്ടി ഇവിടെ ബലൂൺ ട്രീറ്റ്മെൻറ്റ് അമൃതയെ കിടക്കുക. അപ്പോൾ മലപ്പുറത്തുള്ളൊരു ഉമ്മ ICU കയറ്റിയേക്കാണ് എന്നെ. ഇത് കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂർ കിടക്കണല്ലോ, അതിനകത്ത് ICU കയറിപ്പോൾ ഈ ഉമ്മ എന്നെ കണ്ടിട്ട് ഓളുടെ അടുത്ത് എന്നെ കിടത്തണ്ട എന്നുകൊണ്ട് ഉമ്മ ഭയങ്കര ഒടുക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ തള്ളക്ക് എന്തിൻ്റെ കേടാന്ന് ഓർത്ത് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അവർ പറഞ്ഞത് ഞാൻ ആൾ ശരിയല്ല, 2 ഭർത്താവ് എനിക്കുണ്ടെന്ന്. ശരിയാ, കാമ്പൂനുണ്ട്, ഭർത്താവുണ്ട് അതിനകത്ത്. അപ്പോൾ ഇവരുടെ മനസ്സിലങ്ങ് അങ്ങനെയാണ്. ചേച്ചി അതിനെ എൻജോയ് ചെയ്യുന്നുണ്ടോ ഒരു പോയിന്റിൽ? തീർച്ചയായിട്ടും സന്തോഷം. പിന്നെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ചിരി വരും, കാരണം അവരുടെ വിവരമില്ലായ്മയാണല്ലോ. അതുപോലെ ഞാൻ പൊതുവെ പേള് എനിക്ക് ഭയങ്കര ഇഷ്ടം, മുത്തൊക്കെ. അപ്പം നേരത്തെ സ്ഥിരമായിട്ട് ഇങ്ങനെ പേളിൻ്റെ കമ്മല, മാല, അതൊക്കെയാണ് എവിടെ പോയാലും എൻ്റെ. അപ്പോൾ ചിലർ ചോദിക്കും, ഇത്രയും നാളും വർക്ക് ചെയ്തിട്ട് ഇച്ചിരി സ്വർണം മേടിക്കാറായില്ലേ എന്നൊക്കെ ചോദിക്കും. സ്വർണം മേടിക്കാൻ കാശൊന്നും ആയില്ലേ, ഒരു സ്വർണ്ണമാല മേടിച്ചിടാൻ മേലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇവരെന്തോ. അതുപോലെ തന്നെ നമ്മളൊരു മീൻ മേടിക്കുക, മാർക്കറ്റിൽ കയറി, അല്ലെങ്കിൽ നീ ഇതിൻ്റെ ബാലൻസ് എന്തിനാ തരുന്നേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ കാശ് കിട്ടുന്നവരല്ലേ. ഇവർക്ക് വിചാരം ഒരു ദിവസം നമുക്കൊരു 10-20,000 രൂപ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് ഇവരുടെ ധാരണ. നീ എന്തിനാ ബാലൻസ് മേടിക്കുന്നേ? അപ്പം ഞാൻ എപ്പോഴും പറയും, കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയും, നമുക്ക് വരുമാനം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമുക്ക് ജീവിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളായിട്ട് തന്നെ ജീവിക്കുക. നമ്മുടെ നാട്ടിൽ നമ്മൾ വേറൊരു ഇമേജ് ഉണ്ടാക്കി വെക്കരുത്. വർക്കില്ലേലും ജീവിക്കണം, വർക്കില്ലേലും നമ്മളെ കണ്ട കളിയാക്കരുത്. ഇതാണ് എൻ്റെ പോളിസി. ചേച്ചി അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് നമുക്ക് കിട്ടും. ഒബ്വിയസ്ലി നമ്മുടെ ക്യാരക്ടർ പ്രേക്ഷകരുടെ അടുക്കൽ നിന്ന് തന്നെ നമുക്ക് കോംപ്ലിമെന്റ്സ് കിട്ടും. അപ്പോൾ ഇതിലൊക്കെ ചേച്ചി ഹൃദയത്തോട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കോംപ്ലിമെന്റ് ഏതാ? ഞാൻ അമ്മയുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ പൊന്നമ്മ ചേച്ചി, കബീർ പൊന്നമ്മ ചേച്ചി എന്നെ വലിയ കാര്യമാണ് പുള്ളിക്കാരത്തിൻ്റെ അനിയത്തിയും ഞാനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, പൊന്നമ്മ ചേച്ചിയോട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹം. അപ്പോൾ എന്നെ കണ്ടു ഉടനെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്കാണ് ഞാൻ വരുന്നത്. രാവിലത്തെ അവർ കാപ്പി പിടിച്ചോണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ കയറി വന്ന ഉടനെ എന്നെ കണ്ടു ഒറ്റ അടി അങ്ങോട്ട് അടിച്ച് കാണക്കുറ്റി പൊളിക്കേണ്ടവള്, നീ എന്നോട് സംസാരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വല്ലോ, കാരണം പുള്ളിക്കാരത്തിൻ്റെ അനിയത്തി ഞാൻ ചെറിയൊരു ഉടക്കം ഉണ്ടാക്കിയായിരുന്നു, ഇനി അതിൻ്റെ ഭവിഷ്യത്താണോ എന്താ. അപ്പം ഞാൻ പെട്ടെന്ന് ചേച്ചി ഞാനിതിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഇനി വന്ന് കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല രസമായി, എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല നീ ചെയ്യുന്ന വേഷം ഉണ്ടോ, എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ മഞ്ഞുരുവും കാലം അവരുടെ മനസ്സിനകത്ത് ആ കഥാപാത്രം അത്രത്തോളം എന്നിട്ട് നിന്നെ അങ്ങ് കൊല്ലാൻ എനിക്ക് തോന്നി. കാരണം അവർ പറഞ്ഞൊരു കഥ, ഈ അനീത്തിനെ ഭർത്താവ് കയറി പിടിക്കും. അപ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് ഇത് കേൾക്കാത്ത മട്ടിലിരുന്ന് ഒരു ഒളിച്ചു നിന്നിട്ട്, അതായത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ, അത്രത്തോളം നീചമായിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീ അനിയനെ കൊല്ലുന്നു, അനിയനെ പറ്റിച്ച് കാശി മേടിച്ചെടുത്തിട്ട്. അപ്പോൾ അവർ പറയാൻ വെറും വെറുപ്പ് തോന്നുക നിന്നോട്, പക്ഷെ നീ അത് ചെയ്ത് വിജയിപ്പിച്ചിട്ടാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വലിയൊരു അവാർഡ് കിട്ടിയതുപോലെ തോന്നി അത് ജയിച്ച് പറഞ്ഞപ്പോൾ. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അവരൊക്കെ നമ്മളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചെറിയ അവാർഡുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിലുള്ളൂ, അല്ലാണ്ടൊരു അവാർഡൊന്നും എനിക്ക് കിട്ടില്ല. ചേച്ചിമാർ 4-5 ഒക്കെ അവാർഡ് മേടിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. വരുമായിരിക്കും, അല്ല വന്നില്ലേലും എനിക്ക് വിരോധമില്ല. കാരണം നമ്മുടെ ഈ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ അങ്ങേയറ്റത്തോടെ പോകുന്ന ട്രെയിനിലെ ആൾക്കാർ പോലും നമ്മളെ ഒരാൾ കണ്ടിട്ട് എല്ലാവരുടെ വാതുക്കലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ടാറ്റ തരികയും അവിടെ നിന്ന് നമ്മുടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷം തോന്നും. കാരണം ഏത് ജോലിക്ക് കിട്ടിയ ഒരു അംഗീകാരം, ശരിയല്ലേ? അതെ, ശരിയാ, ഉറപ്പായിട്ട് ശരിയാ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഫീൽഡിലും കൂടെ നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മളെ അറിഞ്ഞ് നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്വർണ്ണക്കട എവിടെ വേണമെങ്കിലും നമ്മൾ ചെന്നാൽ നമ്മൾ കണ്ടവരെ പെട്ടെന്ന് നമുക്കൊരു സ്ഥാനം തരും, ഒരു ബഹുമാനം തരും. അതൊരു ഭയങ്കര, പിന്നെ തന്നെയല്ല
ജീവിതത്തിൽ നമ്മൾ ജോലിയായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അധ്യാപികയായിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്, വക്കീലായിട്ടുണ്ട്, ഏതൊക്കെ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കഴിവല്ലേ? അതെ അതെ. ഒരു ജീവിതത്തിൽ നമുക്ക് ആരൊക്കെ ആകാൻ പറ്റി? അത് ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ചിലർ വന്നിട്ട് ഒരു ടീച്ചറായിരുന്നില്ലേ എന്നൊക്കെ ചെയ്യും. കാരണം അവർക്ക് പെട്ടെന്ന് നമ്മൾ ആരാന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവരുടെ ടീച്ചറാണോ എന്ന് ചോദിക്കുന്നത് അവർക്ക് അത്രത്തോളം അടുപ്പമുള്ളതുകൊണ്ടാണ്. ഞാൻ ഇന്ന ആളാന്ന് ഞാൻ പറയാറില്ല. അവർ തന്നെ താനെ കണ്ടുപിടിച്ചെങ്കിലുള്ളൂ. ഞാൻ ഇന്ന ആളാട്ടോ എന്ന് പറയില്ല. ചിലർ ഇന്നസെൻ്റ് ആയിട്ട് ചോദിക്കും, ഞങ്ങൾക്ക് കണ്ട് പരിചയമുണ്ട് പക്ഷെ ഓർക്കുന്നില്ല, പേര് മറന്നു എന്നൊക്കെ പറയും. പിന്നെ രണ്ടാമത് എൻ്റെ ഡോക്ടർ എന്നെ ആദ്യമായിട്ട് എൻ്റെ ചേച്ചിനെ കണ്ടപ്പോൾ അവരാകെ കൂടി കാണുന്നൊരു സീരിയൽ വേനൽമഴ എന്ന് പറഞ്ഞ KK രാജീവിൻ്റെ ഒരു വർക്ക്, അതിനകത്തൊരു ചേച്ചിയമ്മയുണ്ട്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ കൺസൾട്ടിങ് സമയമാണെങ്കിൽ ഞങ്ങളത് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് പിന്നെ കാണും. എനിക്ക് അവരെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ചേച്ചിയോട്. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് എൻ്റെ അനിയത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് ഇവിടം വരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ ഡോക്ടറാണ് എന്നെ ഇപ്പോഴും ചികിത്സിക്കുന്നത്. ചേച്ചി ഇങ്ങനെ നമ്മൾ സീരിയലിൽ ഇങ്ങനത്തെ കുറച്ച് ഒരു ദുഷ്ട കഥാപാത്രങ്ങൾ ചെയ്യില്ല, അപ്പൊ ചേച്ചി റിയൽ ലൈഫിൽ എങ്ങനെയാ? അത് മറ്റുള്ളവരല്ലേ പറയണ്ടേ? എന്നാൽ ചേച്ചിക്ക് എന്താ തോന്നുന്നു വീട്ടിലെങ്ങനെ? ഞാൻ പൊതുവേ ശാന്തയാണ്. ഞാൻ എനിക്ക് എപ്പോഴും സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ആരോടും പ്രത്യേകിച്ച് വൈരാഗ്യമോ അല്ലാതെ എനിക്കെന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മൂഡ് മാറുന്നൊരു സ്വഭാവമല്ല എൻ്റെ. വളരെ അപൂർവമായിട്ടാണ് ഞാൻ മൂഡ് മാറുള്ളൂ എനിക്ക്. അതായത് ഒരു ടെൻഷൻ ഉണ്ടാകുന്ന വളരെ കുറച്ച് സമയത്ത് മാത്രമാണ്. അല്ലാതെ പൊതുവെ ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മളെപ്പറ്റി മറ്റൊരാൾ മോശം പറഞ്ഞാലും നമുക്കത് ഫീൽ ചെയ്യാതിരുന്നാലല്ലേ ഒരു നല്ല ക്യാരക്ടർ. എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം അത് അവരുടെ അഭിപ്രായം, അവർ പറഞ്ഞോട്ടെ, അവരെന്ത് വെള്ളം ചെയ്തോട്ടെ, എനിക്ക് ഞാനാകാനല്ലേ പറ്റുള്ളൂ. മറ്റുള്ളവരെ താല്പര്യത്തിന് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ ജീവിതം ദൈവം എനിക്ക് തന്ന ദാനമാണ്. ആ തന്നിരിക്കുന്ന ജീവൻ ഞാൻ വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ജീവിക്കും. എത്ര നാൾ ജീവിക്കാൻ ദൈവം തമ്പുരാൻ സമയം തരുന്നു. ഇത്ര നാൾ അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. ഇപ്പം അതല്ല എനിക്ക് ജീവിക്കാൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കും, ചേച്ചിക്ക് ഒരു പേടിയില്ലേ? ഇത്ര അസുഖങ്ങളൊക്കെ വന്നിട്ട് എനിക്കൊരു പേടിയില്ല. ഞാൻ ഹാപ്പിയാണ്. കാരണം എന്നേക്കാൾ ആരോഗ്യമില്ലാത്ത എത്ര പേരുണ്ട് ഇല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ഒരു രോഗിയാന്ന് എന്നെ കണ്ടാൽ തോന്നാറില്ല. ഇവിടെ അമ്മ സംഘടനയിൽ ആദ്യമായിട്ട് ഒരു ആംബുലൻസും ഒരു ഡോക്ടർ നേഴ്സിനെയൊക്കെ ഫിക്സ് ചെയ്തത് എല്ലാ മീറ്റിങ്ങിലും നിർത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു 9 വർഷം മുൻപ് എനിക്കിവിടെ വെച്ചൊരു സ്ട്രോക്ക് ഉണ്ടായി അമ്മയുടെ മീറ്റിങ്ങിൽ. അബാദ് പ്ലാസയിലായിരുന്നു അന്ന് എൻ്റെ വണ്ടി ഒരാളുടെ വണ്ടിയില്ല, ഞങ്ങളുടെ വണ്ടിയില്ല. എല്ലാവരും കൊണ്ടുവിട്ടേച്ച് അവിടെ ഇവിടെയൊക്കെ പോടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അന്ന് തൊട്ട് അവിടുന്ന് മീറ്റിംഗ് മാറ്റി. പിന്നീട് ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു, ഇവിടെ ഒക്കെ ആയിട്ടാണ് മീറ്റിംഗ് നടത്തണേ. എനിക്ക് അഭിമാനമുണ്ട്. കാരണം അന്ന് എനിക്ക് അങ്ങനെ അസുഖം വന്നുകൊണ്ട് ഒരു ആംബുലൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അമ്മ സംഘടനയുടെ വകയായിട്ടൊരു ആംബുലൻസ്, ഡോക്ടർമാർ. ഇപ്പോൾ അവർ എപ്പോഴും അത് ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. കാരണം എപ്പോൾ വേണമല്ലോ ആർക്ക് വേണമല്ലോ അസുഖം വരാം. അതിന് നിമിത്തമായത് ഞാനാണ്. അന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ സർജറി വേണ്ടെന്ന്. അതൊരു 11 വർഷം മുൻപ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സർജറി ചെയ്തത്. എന്താണേലും കുഴപ്പമില്ല. ഇനി ദൈവം തമ്പുരാൻ നല്ല ജീവിച്ചിരിക്കുന്ന എത്ര കാലം നന്നായിട്ട് പോകാൻ അനുവദിക്കട്ടെ. എല്ലാരെയും കാണാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. നമ്മുടെ പേര് ശ്രീനിധി. ഞാനാണെങ്കിൽ ചേച്ചി ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസറോട് ഞാൻ ചോദിച്ചു മേടിച്ചതാ ഇന്റർവ്യൂ. ഞാൻ പറഞ്ഞു ചേച്ചിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തോട്ടെ എന്ന് ചോദിച്ച് മേടിച്ച് ഞാൻ വന്നിരുന്നതായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.